ഹലോ അസ്സാം വലൈക്കും ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിതാ അൽഹംദുലില്ലാഹ് സുഖമാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വുവൺ റോസ് ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം കൂടെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അതൊരു ഹോപ്പ് എംബ്രോയ്ഡറി ആണ്. ഹോപ്പ് എംബ്രോയ്ഡറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വുവൺ റോസിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ ഒരു ഫ്ലവറിലും കൂടെ വുവൺ റോസ് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാണാം. ഈ റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് 3 വരകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 5 വരകളാണ് നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം അതിൽ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നോർമൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഈ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ പോയിൻ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് 3 അല്ലെങ്കിൽ 5 ലൈനുകൾ നമ്മൾ അടയാളപ്പെടുത്തുക, വീഡിയോയിൽ കാണുന്നത് പോലെ. അതിനുശേഷം അതിൽ നമ്മളൊരു നോർമൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ സെൻട്രൽ പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആ നോർമൽ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒന്നിട വിട്ടിട്ടുള്ള ത്രെഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലാണത് റോസ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്ന് മുഴുവനായിട്ട് ചെയ്യാൻ നോക്കാം. ഇതാ റോസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ റോസിൻ്റെ സെൻറ്ററിലുള്ള റോസിൽ നമ്മൾ സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയിട്ട് കാണുക. അതുപോലെ ഈ ഹാർട്ട് ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ കളർ ത്രെഡ് എടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതാ അതിലോരോ ഇതളുകളും അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്, പിന്നെ ലേസി സ്റ്റിച്ചാണ്, പിന്നെ അതുപോലെ 3 ലൈനാക്കിയിട്ടും അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം. ഇത് ഹോപ്പ് എംബ്രോയ്ഡറി ആണ്. നമ്മളിതിങ്ങനെ സെൻറ്ററിൽ ഇതിൽ ഹാപ്പി ആനിവേഴ്സറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ കലണ്ടർ ചെയ്തെടുക്കാം, പിന്നെ
ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഓരോ വരച്ചിട്ട് രൂപം വരച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ ഇനി വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോപ്പ് എംബ്രോയ്ഡറി കാണിക്കുമെന്ന് ചോദിച്ചിട്ട്, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളെ ക്ലാസ് ഇപ്പോൾ 26ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26ാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകളൊക്കെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ബീഡ്സ് വർക്കും ആരി വർക്കും എംബ്രോയ്ഡറി ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം, സ്റ്റിച്ചിങ്ങൊക്കെ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലിതാ എംബ്രോയ്ഡറി ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ 26 ക്ലാസ്സോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 30ഓളം ക്ലാസ്സാണ് നമ്മൾ വിചാരിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ. അതിൽ ഒരുപാട് പേര് കമൻറ്റും അതുപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് പേര് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതാ വാട്സപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്തിട്ട് ഇടാം. അതിൽ നോക്കിയിട്ട് വാട്സപ്പിൽ ഒരു ഹായ് അയക്കാട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതുപോലെ ഇതാ നമുക്ക് സ്റ്റിച്ചിങ്ങും ബീഡ്സ് വർക്കും ആരി വർക്കിൻ്റെ ഒക്കെ ക്ലാസ് ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാ ഫ്ലവേഴ്സും അതുപോലെ അതിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കെട്ടിട്ട് വെക്കാം, ത്രെഡ്. അപ്പോൾ അതിനായിട്ട് ആ ത്രെഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ കെട്ടിട്ട് വെക്കുന്നത്, ക്ലോത്തിലല്ല. അതിനുശേഷം ഇതാ നമുക്ക് ഇതിലെങ്ങനെയാണ് പേരെഴുതുമല്ല, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി നിക്കാഹ് ആനിവേഴ്സറി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് ഞാൻ ട്രേസ് എടുത്തതാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അത് കാരണം ഞാനിത് പെന്നുകൊണ്ടൊന്ന് എഴുതി കാണിച്ചു തരാം. അതിനുശേഷം അതിൽ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് മനസ്സിലാവുക. ഇത് ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ലെറ്റേഴ്സ് എഴുതുമ്പോൾ 3 ഇഴ നൂലിൽ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ 6 ഇഴ നൂലിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഈ ലെറ്റേഴ്സും മോർണിംഗ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യണതെന്ന് പറഞ്ഞു 3 ഇഴ നൂലിൽ വെച്ചിട്ട് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് 6 ഇഴ നൂലിലാണ് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 ഇഴ നൂലിൽ ചെയ്യണത്. അതുപോലെ ഈ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് ചെയ്യണം. കാരണം ഒരു നൂല് വലിച്ചാൽ ആ ഫ്ലവർ തന്നെ ആകെ ഇല്ലാണ്ടായി പോകട്ടോ. അത് വലിഞ്ഞിട്ട് ആകെ മോശമായി പോകും. അത് കാരണം എല്ലാവരും പതുക്കെ ചെയ്യാം. ആദ്യം ചിലപ്പോൾ കഴിയില്ല എന്നുണ്ടാവും, ചെയ്യുമ്പോൾ ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്യുക. എല്ലാവരും എത്രത്തോളം ട്രൈ ചെയ്യണുണ്ടോ അത്രത്തോളം വിജയം ഉണ്ടാവും. അപ്പോൾ ഇത് ഫുള്ളാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇനി
ഇതിൽ ലെറ്റേഴ്സിലൊക്കെ എംബ്രോയിഡറി ചെയ്തത്, ബാക്ക് സ്റ്റിച്ച് ചെയ്തത് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലായിട്ട് വരാം.